ഓണം കഴിഞ്ഞാൽ ഒരു വിരുന്ന് പോക്കും സിനിമയ്ക്ക് പോക്കൊക്കെ പതിവാണല്ലോ. അങ്ങനെ വിരുന്ന് പോയിട്ട് ഞങ്ങളുടെ ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് എൻ്റെ ഉണ്ണിയുടെയും പുതിയ ഡ്രസ്സാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ മൂവിക്ക് പോവുകയാണ് കേട്ടോ. ഏതാ മൂവി എന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ മൂവിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം രാവിലത്തേനൊന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ആസിഫ് അലിയുടെ മൂവിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഉണ്ണി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയതും പോപ്കോണൊക്കെ മേടിച്ച് അവനവിടെ എത്തിയത് ഇത് വേണം. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. നേരത്തെ എത്തി. കാറ് പഞ്ചറായത് കൊണ്ട് ഓട്ടോ ഒന്നും പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നേരത്തെ എത്തി കേട്ടോ. അപ്പോൾ കിഷ്കിന്ദ കാണ്ടം പറഞ്ഞ മൂവിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സിനിമ കണ്ട് കുറച്ച് നേരം പോപ്കോണൊക്കെ കഴിച്ച് മൂപ്പർ ഇറങ്ങി. അപ്പം മൂപ്പർക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പോഴേക്കും അവൻ്റെ പപ്പമ്മ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഓടി വന്നതാണ്. ഓട്ടോന് സൗണ്ട് കേട്ടിട്ട് മിന്നായം പോലെ കണ്ടതാണ് പപ്പമ്മേനെ. അപ്പോഴേക്കും ഓടി വന്നു. അങ്ങനെ അമ്പാടി മാമയുടെ കൈ പിടിച്ചിട്ട് ഉണ്ണി ഇതാ വരികയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം പപ്പമ്മ അടുത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മിഠായിയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ അമ്മമ്മ എത്തിക്കഴിഞ്ഞാൽ അമ്മമ്മയാണ് കേട്ടോ ഏറ്റവും ചെറിയ കുട്ടി. അവൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും, എഴുതാൻ പറഞ്ഞു കൊടുക്കും, അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യും. കുറേ ആഗ്രഹിച്ച് മേടിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ അത്. എൻ്റെ കയ്യിലൊരു റെഡ് കളർ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു റെഡ് കുർത്തയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. മീഷോന്നാണ് മേടിച്ചത്. അപ്പോൾ നല്ല ഗോൾഡൻ്റെ വർക്കൊക്കെ ആയിട്ട് സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. ഞാൻ ലാർജായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാക്കിംഗ് ഒക്കെ സൂപ്പർ ആയിരുന്നു. കഴുത്തിൽ മാത്രം ഗോൾഡൻ്റെ ഒരു വർക്കായിട്ടാണ് വരുന്നത്. പാൻറ് ഇല്ല കേട്ടോ, ഷാളും കുർത്ത മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്ര കാണുന്ന അത്ര ബ്രൈറ്റ്നസ് ഇല്ല. നോർമലായിട്ട് നമുക്ക് കാഷ്വൽ യൂസിനൊക്കെ പറ്റിയതും പാർട്ടിക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷാളൊക്കെ അത്യാവശ്യം നീളമുണ്ട്. സൂപ്പർ ക്വാളിറ്റി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു കമ്മലും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇട്ടതും ഓൾറെഡി ഒരു റെഡായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടി വലുതായിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അതിനൊക്കെ പറ്റി നല്ലൊരു ഭംഗിയുള്ളൊരു കമ്മലും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റഡ് മോഡലാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കവറൊക്കെ പാക്കിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ അതിൽ പൊട്ടിക്കേണ്ട സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് നേരം പൊട്ടിച്ച് കളിച്ചതിന് ശേഷമാണ് തുറന്നത്. നല്ല ടൈറ്റായിരുന്നു കേട്ടോ. അത്രയ്ക്ക് സേഫ്റ്റി ആയിട്ടാണ് അവർ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മീഷോ തന്നെയാണ് കേട്ടോ ഇതും മേടിച്ചിട്ടുണ്ടായിരുന്നത്. പ്രൈസൊക്കെ നല്ല കമ്മിയായിരുന്നു. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു റെഡും പിന്നെ ഫുള്ളും ഒരു സ്റ്റോണൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ സെയിം കളറായിട്ട് തന്നെ കിട്ടി. സിമ്പിളായിട്ടുള്ളൊരു കമ്മലാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് വൈറ്റ് സ്റ്റോൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ കമ്മൽ വന്നിട്ട്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. അത്ര ഹെവി ഒന്നല്ല, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഓൾറെഡി എൻ്റെ കാത് ഓട്ടൊക്കെ അടഞ്ഞിട്ടാണ്. കാരണം ഞാൻ എപ്പോഴും കമ്മലൊന്നും ഇടാറില്ല അങ്ങനെ. അതുകൊണ്ട് അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. കുർത്തയുടെ കൂടെ പാൻറ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇട്ട പാൻറ്റിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ അതിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ലെങ്ത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വട്ടം കറങ്ങിയിട്ടൊക്കെ ഇരുന്നു. കാരണം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന അത്ര ബ്രൈറ്റ്നസ് ഇല്ല കേട്ടോ. റെഡ് കുറച്ച് ലൈറ്റായിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കുകയാണ്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.